ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ്സമിലേക്ക് സ്വാഗതം. അപ്പോൾ തിരുവനന്തപുരം പോയതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഉണ്ടത്. ഞങ്ങൾ സൂ പോണത്. അപ്പോൾ ഞങ്ങൾ സൂയ്ക്ക് എത്തിയ ഉടനെ അവിടെ കരിമ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് അമ്മമ്മയും അവരൊക്കെ കുടിച്ചു. ഞാൻ കുടിച്ചില്ല, എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ മെല്ലെ നടന്നു തുടങ്ങിയിട്ടോ ഗൈസ്. നടന്ന് പിന്നെ ഇവിടെ കുറേ നടക്കാണ്ട് നാട്ടെ പറഞ്ഞത് മാമൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. കുറേ നടക്കേണ്ടി വന്നു. ഇവിടെ കുറേ സ്ഥലമുണ്ട്. നേരെ പോയി സൂ, പിന്നെ റൈറ്റിക്ക് കഴിഞ്ഞാൽ അവിടെ മ്യൂസിയം ഉണ്ട് കേട്ടോ. ഉള്ളിക്ക് കടന്നുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് കണ്ടതൊരു കാട്ടുപോത്തിനെയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ വേറെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ കൂട്ടിൽ അവരൊക്കെ മതിലൊന്നുമില്ല, അവർക്ക് എപ്പോഴും പുറത്തേക്ക് വരാമെന്നുള്ള രീതിയിലാണ് കേട്ടോ കുരങ്ങന്മാരൊക്കെ സൈഡിൽ. ഇതാണ്ടോ കുരങ്ങന്മാർക്കൊന്നും ഇവിടെ അങ്ങനെ ഒരു ഇല്ല. അവർക്ക് വേണമെങ്കിൽ പുറത്ത് പോവുക, വേണമെങ്കിൽ വിടണം, മതി അങ്ങനെ ഒരു ഇത്. പക്ഷേ ഇതിലുള്ള ആരും പുറത്തേക്കൊന്നും പോണി ഞാൻ കണ്ടില്ല. പുറത്തേക്കാന്ന് വെച്ചാൽ എല്ലാവരും മേടിച്ചുകൂടിയാണ് കേട്ടോ. ഞങ്ങൾ അതിൽ വാട്ടർ ബോട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോണതാണ് ഗൈസ്, കുറച്ചും കൂടി നിങ്ങളിതുവരെ അധികം ആരും കാണാത്തൊരു സാധനമാണ്. കണ്ടോക്ക്, ഒരു മുതലാണ് കേട്ടോ ഗൈസ്. ഇത് എന്ത് വലിപ്പറിയുന്നില്ല, അങ്ങനെ ഇളകാണ്ട് കിടക്കുക. മുതലേക്ക് തിന്നാനോ നാമകളൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ തിന്നാൻ പറ്റില്ലല്ലോ. നല്ല വലിയ മുതലാണ് കേട്ടോ. ഇങ്ങനെ ഇളകാണ്ട് ഇങ്ങനെ കിടക്കുക. ആമകൾ ഇങ്ങനെ രണ്ടുമുണ്ട്. ഇത് വേറെ ടൈപ്പ് മുതലുണ്ടോ ആണോ, കാണാൻ മനസ്സിലാവില്ലേ? അത് വേറെ ടൈപ്പ്, ഇത് വേറെ ടൈപ്പ്.
ഗൈസ് ഈ വെള്ളത്തിൽ നമുക്കിവിടെ എന്തായിരുന്നു അതിൻ്റെ പേര് കിട്ടുന്നില്ലല്ലോ, ഓട്ടർ അതിന് കാണാം കേട്ടോ. രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ കിടന്ന് തല്ലൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കാണല്ലേ. ഇതിൽ കുറച്ച് വലിയൊരു ഇതാണ് ഗൈസ് പോണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കരടികളെ കാണാം. 2 കരടികളെയാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഈ കരടി ഉണ്ടോ, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും, കറക്റ്റ് ആ പൊസിഷനിൽ എത്തുമ്പോൾ കാല് പൊന്തിച്ച് തിരിയും. അങ്ങനെയാണ് ഗൈസ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ 2ാമത്തെ കരടി വന്നു, അതും ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. അതാണ് ഗൈസ്, സീനായിട്ടില്ലേ. ഗൈസ് നിങ്ങൾ കാണാൻ പോകുന്നു സിംഹത്തെ. സിംഹം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ ഉണ്ട്, പക്ഷേ സിംഹത്തിൻ്റെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം ഗൈസ്. ഇവിടെയാണ് സിംഹം, അറ്റത്ത് കിടന്ന് ഉറങ്ങുന്ന സിംഹത്തിന് നിങ്ങൾ കാണുന്നുണ്ടോ? പിന്നെ ഇതൊക്കെ എടുക്കുന്നു ഇവിടെ ഹിപ്പോപ്പൊട്ടാമസ്. എനിക്കിത് കൂട്ടിലാണെങ്കിലും ഇതിനെ കാണാൻ ഭയങ്കര പേടിയാണ് ഗൈസ്. പിന്നെ ഹിതുമോന് പിന്നെ ആനിമൽസിനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വീട്ടിലിപ്പോൾ എപ്പോഴും ആനിമൽ പ്ലാന്റാണ് വെക്കുക. അതുകൊണ്ട് കിങ്ങിണിക്ക് ഇപ്പം ശീലമായി, പക്ഷേ എന്നാലും നേരിട്ട് കാണുമ്പോൾ അവൾക്ക് പേടിയാണ്. ഞങ്ങൾ മുന്നേ തൃശ്ശൂർ സൂക്ക് പോയിട്ടും ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി അവൾ കരയായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് ഇതുവരെ നേരിട്ട് കാണാത്തൊരു സാധനമാണ് ടൈസ്, അതായത് റൈനോക്കോറസ്. ഗൈസ് പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു മാൻകൂട്ടത്തെയാണ്. വലിയ സ്പേസാണ് കേട്ടോ മാനുകൾക്ക് കൂടെ കൊടുത്തെടുക്കുന്നത്.
അപ്പോൾ നമ്മൾ പുലീനൊക്കെ കാണാറുണ്ട്. അപ്പോൾ പുലികളെല്ലാം ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഉറക്കത്തിലായിരുന്നു കേട്ടോ, പുലിയും സിംഹം എല്ലാവരും. അപ്പോൾ പിന്നെ പുലിയുടെ ഈ ഒരു സെക്ഷൻ കണ്ട് പിന്നെ ഞങ്ങൾ പോയത് പാമ്പുകളുടെ സെക്ഷൻ കേട്ടോ. അവിടെ പിന്നെ ഈ വീഡിയോയും ഫോട്ടോ ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ തരം പാമ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും നന്നായിട്ടുള്ളത് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം സൂവിലുള്ളതാണ് അനാക്കോണ്ട. അപ്പോൾ അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഗ്രീൻ അനാക്കോണ്ട അങ്ങനെ എന്തോട്ടായിരുന്നു എൻ്റെ പേര്, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ദിലു സൈനിങ് ഔട്ട്. ബൈ.